അതിനാവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. ജയസൂര്യക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ പല വിധത്തിലുമുള്ള സമ്മർദ്ദമുണ്ടെന്ന് നടി. ജയസൂര്യക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ ഭീഷണിയിലൂടെയല്ലാതെ പലവിധ സമ്മർദ്ദമെന്ന് പരാതിക്കാരിയായ നടി. ഭീഷണിയുടെ സ്വരമില്ലെന്നേയുള്ളൂ. സ്നേഹത്തിലാണെങ്കിലും ഇനി മാധ്യമങ്ങളെ കാണരുതെന്ന് പറഞ്ഞ് പുരുഷന്മാരും സ്ത്രീകളും ഫോണിൽ വിളിക്കുന്നുണ്ട്. എനിക്കുള്ള പിന്തുണ മാധ്യമങ്ങളാണ്, ഇനിയും മാധ്യമങ്ങളെ കാണും. പക്ഷേ പരാതിയിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. മാധ്യമ പ്രവർത്തകരെന്ന് പറഞ്ഞുവരെ ആളുകൾ വിളിക്കുന്നുണ്ട്. പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഒരു ഓഡിയോ വന്നിരുന്നു. ജയസൂര്യയുടെ വലിയൊരു സിനിമ ഇറങ്ങാൻ പോകുകയാണ്. സിനിമയെ ഈ കേസ് ബാധിക്കില്ലേ എന്നും ഒരാൾ ചോദിച്ചിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകും. സിനിമാ മേഖലയിൽ ഒരുപാട് മോശം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത് പോകെ പോകെ വെളിപ്പെടുത്തും. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നടന്റെ പേര് വെളിപ്പെടുത്തിയത്. പോലീസിനെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. കൂത്താട്ടുകുളത്തിനടുത്തുള്ള പന്നി ഫാമിൽ കൊണ്ടുപോയിരുന്നു. ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും കൃത്യം നടന്ന സ്ഥലം തിരിച്ചറിഞ്ഞു. അന്നവിടെ ഒരു ചെറിയ ബദാം മരം ഉണ്ടായിരുന്നു. ഇപ്പോഴത് വലുതായിട്ടുണ്ട്. മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ഇത്തരമൊരു കാര്യത്തിന് മാധ്യമ ശ്രദ്ധ നേടിയെടുക്കേണ്ട ആവശ്യമില്ലെന്നും പരാതിക്കാരിയായ നടി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ദുരനുഭവം പറഞ്ഞ് നടിമാർ രംഗത്തെത്തിയത്. തിരുവനന്തപുരം സ്വദേശിയായ നടി 2013 തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായ ദുരനുഭവം നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. മേക്കപ്പ് ചെയ്ത് ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നതിനിടെ യുവനടൻ പിന്നിൽ നിന്ന് കടന്നു പിടിച്ചെന്നാണ് പരാതി. ആദ്യം നടന്റെ പേര് വെളിപ്പെടുത്താതിരുന്ന നടി പിന്നീട് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പേര് വെളിപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് മുന്നിലും ജയസൂര്യയാണ് തന്നോട് ലൈംഗിക അതിക്രമം നടത്തിയതെന്ന് നടി വെളിപ്പെടുത്തുകയായിരുന്നു. നടിയുടെ പരാതിയിൽ കരമന പോലീസ് കേസെടുത്തു. കുറ്റകൃത്യം നടന്നത് തൊടുപുഴ ആയതിനാലാണ് കേസ് തൊടുപുഴയിലേക്ക് കൈമാറിയത്. വർഷങ്ങൾക്ക് മുൻപ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് ദുരനുഭവം ഉണ്ടായ കാര്യം നടി വെളിപ്പെടുത്തിയിരുന്നു. ആ പരാതിയിലാണിപ്പോൾ പോലീസ് കേസെടുത്തത്.